ശിവപ്രസാദ്, ഇപ്പോൾ അഖിൽ പറഞ്ഞത് ഈ ഒരു സമരമുണ്ട്, ആ സമരം അതിൻ്റെ സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന ചില രീതികളുണ്ട്. അങ്ങനെ രൂപപ്പെട്ടു വന്നാണ് ഇന്നത്തെ ചർച്ച. ഈ സമരം തുടങ്ങി എന്നാണ് നമുക്കറിയാം. വാങ്ചൂക്കിൻ്റെ നിരാഹാര സമരം എത്ര ദിവസമായി എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയെന്നറിയാം. ഒടുവിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അടക്കം നിരാഹാര സമരത്തിലേക്ക് എത്തിയ സാഹചര്യം കൂടി അറിയാം. അപ്പോഴും പറയുകയാണ് സമരത്തിൻ്റെ സ്വാഭാവികമായ രീതികളുണ്ടെന്ന്. എങ്ങനെയാണ് ഈ പറയുന്ന ചർച്ച, നദ്ദ നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നു? ഒരു ചർച്ചയാണോ നടന്നത്? ചുരുങ്ങിയ വാക്കുകളിൽ അഖിൽ പറഞ്ഞതിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായി ഉയർത്താൻ അഖിൽ പരിശ്രമിച്ചത്. അതായത്, ഒന്ന്, ആദ്യമായിട്ടാണോ സമരങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുന്നത്? രണ്ട്, ഈ സമരങ്ങൾക്ക് പിന്നിൽ എന്താണ്? സമരങ്ങൾ ആദ്യമായിട്ടാണോ എന്ന ചോദ്യത്തിന് വളരെ ലളിതമായി നമുക്ക് ഉത്തരം പറയാമല്ല. നിരവധിയായ സമരങ്ങൾ രാജ്യത്തെ തലസ്ഥാനത്തും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും നടക്കാറുണ്ട്. ആ സമരങ്ങളെല്ലാം പല രൂപത്തിലാണ്. CJPയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരത്തിൻ്റെ പ്രത്യേകത എന്താ? 20 ദിവസമായി സോനം വാങ്ചുക് നിരാഹാരം അനുഷ്ഠിക്കുന്നു. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ ജന്തർ മന്ദിറിൽ രേഖപ്പെടുത്തിയതായി നമ്മുടെ ആരുടെയെങ്കിലും മുന്നിലുണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങളെക്കാൾ സവിശേഷമായി രാജ്യത്തെ പല മാധ്യമങ്ങളും അവിടെ കാത്തു നിന്നത് നിരാഹാരത്തിൻ്റെയോ അവിടുത്തെ വിദ്യാർത്ഥികൾ വിളിക്കുന്ന മുദ്രാവാക്യമോ ചിത്രീകരിക്കാനല്ലായിരുന്നല്ലോ. അവരെ ആരൊക്കെ കാണാൻ വരുന്നു, കാണാൻ വരുന്നവരുടെ ബന്ധുക്കൾ ആരെല്ലാമാണ്, ബന്ധുക്കളുടെ അയൽവാസികൾ ആരെല്ലാമാണ്, അവർ പറയുന്നത് എന്തെല്ലാമാണ്, ആ പറയുന്നത് എന്തെങ്കിലും ദേശീയതമായ വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ, RSSനെ കുറ്റം പറയുന്നുണ്ടോ, നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നുണ്ടോ, ആരെല്ലാമാണ് അവർ സന്ദർശിക്കുന്നത്, വിളിക്കുന്നത് എന്നുൾപ്പെടെ കേരളത്തിലെ രാജ്യത്തെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സ്ക്രൂട്ടിനി നടത്തിയല്ലോ. ഈ 20 ദിവസത്തിനിടയ്ക്ക് ഏതെങ്കിലും അത്തരം സ്ക്രൂട്ടനൈസ്ഡായി രാജ്യദ്രോഹപരമായതോ രാജ്യത്തിന് നിരക്കാത്തതായതോ പൊതുവായ ഭരണഘടനയ്ക്കോ ഭരണഘടനാ സംവിധാനങ്ങൾക്കോ അംഗീകരിക്കാൻ പറ്റാത്തതായതോ ഒരു മുദ്രാവാക്യം അവിടെ മുഴങ്ങിക്കേട്ടില്ലല്ലോ. ഒരു അക്രമ സംഭവം ഉണ്ടായില്ലല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് 20ാമത്തെ ദിവസം നിരാഹാരം അനുഷ്ഠിച്ച ആ മനുഷ്യനെ രാവിലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കടത്തിക്കൊണ്ടുപോയത്? കോടതി പറഞ്ഞത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റാനല്ലല്ലോ, അദ്ദേഹത്തെ പരിശോധിക്കണമെന്നാണല്ലോ. പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞ അടുത്ത നിമിഷം വെള്ള പുതപ്പ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് ഫോണിൻ്റെ ക്യാമറയിൽ പോലും പതിയരുത് എന്ന പിടിവാശിയോടെയാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ആക്ട് ചെയ്തത്. എന്നിട്ടോ അവിടെയും അവരുടെ പിടിവാശി അവസാനിച്ചോ? അവിടെയും പിടിവാശി അവസാനിക്കാതെ ഇന്ന് 20ാം തീയതി പാർലമെൻറ്റ് മാർച്ച് ഇന്നലെ പ്രഖ്യാപിച്ചതല്ലല്ലോ, ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതല്ലേ, നിരാഹാര സമരത്തിൻ്റെ തുടർച്ചയിൽ പ്രഖ്യാപിച്ചതല്ലേ, സൻസദ് സദോ എന്ന പേരിൽ ആ മാർച്ച് സംഘടിപ്പിക്കാൻ പാർലമെൻറ്റ് മെമ്പറുകൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചതല്ലേ. ആ മാർച്ചിനെ എങ്ങനെയാണ് രാജ്യത്തെ പോലീസ് നേരിട്ടത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? രാജ്യം ഭരിക്കുന്നവരുടെ നിർദ്ദേശപ്രകാരമാണല്ലോ. എങ്ങനെയാണ് നേരിട്ടത്? യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചാണ് മാർച്ചിനെ നേരിട്ടത്. സാധാരണഗതിയിൽ പോലീസുകാരെ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. പോലീസുകാരെ ഡിപ്ലോയ് ചെയ്യുന്നതിനപ്പുറം ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വെൽഡ് ചെയ്ത് വെക്കുകയാണ്. ബാരിക്കേഡുകൾ വെൽഡ് ചെയ്തതിൻ്റെയും വിശ്വാസ്യത പോരാഞ്ഞിട്ട് ആയുധധാരികളായ പോലീസുകാരെ ഇറക്കുകയാണ്. ബാഡ്ജില്ലാത്ത പോലീസുകാർ, ചിത്രങ്ങൾ പുറത്തേക്ക് വന്നല്ലോ, ബാഡ്ജ് ഊരി മാറ്റിയ CRPFൻ്റെ പോലീസുകാർ തോക്കുമായി അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെടുകയാണ്. ആർക്കാണ് ആ പോലീസുകാരുടെ നിയന്ത്രണം ഉണ്ടായിരുന്നത്? ആ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട പോലീസുകാർ മൃഗീയമായി സമരത്തിന് വരുന്നവരെ ആദ്യം തരാൻ ശ്രമിച്ചു. ഡൽഹി മെട്രോ സ്റ്റേഷനുകളിൽ പൂട്ടിയിട്ട ദൃശ്യം നാം കണ്ടില്ലേ? പൂട്ടിയിട്ട മെട്രോ സ്റ്റേഷനുകളിൽ ചാടി വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരേണ്ടി വന്നില്ലേ? എയർപോർട്ടുകളിൽ, മെട്രോ സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, നഗരമധ്യത്തിൽ എല്ലായിടത്തും വിദ്യാർത്ഥികളെ തടഞ്ഞു വെക്കാൻ പരിശ്രമമുണ്ടായി. അതിനെ എല്ലാം അതിജീവിച്ച് വിദ്യാർത്ഥികൾ സമരകേന്ദ്രത്തിലേക്ക് എത്തി. അവർ മാർച്ച് നടത്തി. ഈ ആയുധങ്ങൾധാരികളായ പോലീസുകാരെ, അവരെ അടിച്ചമർത്താൻ നിന്ന പോലീസുകാരെ, അവരെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ഇൻ്റർനെറ്റ് ജാമറും ടെലിഫോൺ ജാമറും ഉൾപ്പെടെയുള്ള എല്ലാ ഭരണകൂട സംവിധാനങ്ങളെ അതിജീവിച്ച് പാർലമെൻറ്റിൻ്റെ ഗേറ്റ് വരെ അവർ പോയത് രാജ്യത്ത് അതിശക്തമായി നിലനിൽക്കുന്ന വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണെന്ന് കണ്ണുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ രാജ്യത്തെ ഭരണാധികാരികൾ തയ്യാറാവണം. അപ്പോൾ ആരുടെ സമരമാണ് എന്നതിന് ഉത്തരം അതിൽ നിന്ന് കിട്ടും. ഇനി സമരത്തിന് പിന്നിലാരെന്നാണ് ചോദ്യം. അതാണ് വളരെ പ്രസക്തമായ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സമരത്തിന് പിന്നിൽ നീറ്റ് പരീക്ഷ എഴുതിയ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ മനസ്സും അവരുടെ കുടുംബവും രക്ഷിതാക്കളും ഞങ്ങളുടെ കൂടെയുണ്ട്. 17 ലക്ഷം CBSE പരീക്ഷ എഴുതി പരീക്ഷാഫലം അട്ടിമറിക്കപ്പെട്ട CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. NIFTയുടെ പരീക്ഷ എഴുതിയ 1.5 ലക്ഷം വിദ്യാർത്ഥികൾ, അവരുടെ മനസ്സ് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ കൂടെയുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ CUT പരീക്ഷ പല കേന്ദ്രങ്ങളും അട്ടിമറിക്കപ്പെട്ടു. അവരുടെ വിദ്യാർത്ഥികൾ, അവരുടെ മനസ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. നെറ്റ് പരീക്ഷയുടെ സോഷ്യോളജി പരീക്ഷ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടു. ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മനസ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സ്, അവരുടെ സാന്നിധ്യം, അവരുടെ കുടുംബത്തിൻ്റെ സാന്നിധ്യം,
അവരുടെ പിന്തുണ, അതാണ് ഈ സമരത്തിന് പിന്നിൽ. നിങ്ങൾ എന്താ ആരോപിക്കാൻ ശ്രമിക്കുന്നത്? രാജ്യദ്രോഹികളുടെ സമരം. ഞങ്ങളുടെയാണ് സാർ ഈ ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യയാണെന്ന്, നിങ്ങളുടെ ഇന്ത്യയാണെന്നും നിങ്ങളുടെ തറവാട്ട് സ്വത്താണെന്നും നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഇന്ത്യയെ പറ്റി. ഞങ്ങളുടെ ഇന്ത്യയാണിത്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നാളെ ഇന്ത്യയുടെ ഭാവി. ആ ഭാവി വെച്ചാണ് നിങ്ങൾ ഈ രാജ്യത്ത് പന്താടുന്നത്. ആ ഭാവി വെച്ച് പന്താടുന്നതിനെതിരെയാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടു വന്നത്. ആ പൊട്ടിപ്പുറപ്പെട്ടു വന്ന സമരത്തെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തിയാൽ, രാജ്യത്തിന് വിരുദ്ധമായ മുദ്രാവാക്യമാണെന്ന് പ്രചരിപ്പിച്ചാൽ, ആക്ഷേപം ചൊരിഞ്ഞാൽ ഈ സമരം ഇല്ലാതാവും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്? അങ്ങനെ ഇല്ലാതാകുമായിരുന്നെങ്കിൽ ഇത്രയും വലിയ അഭൂതപൂർവമായ പിന്തുണ രാജ്യത്ത് ലഭിക്കും. നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുക്കും. നിങ്ങളെ എല്ലാ കാലത്തും അധികാരത്തിലേറ്റുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് രാജ്യത്തെ സോഷ്യൽ മീഡിയ പ്രവർത്തനമായിരുന്നല്ലോ, PR വർക്കായിരുന്നല്ലോ. ആ സോഷ്യൽ മീഡിയയിൽ നിഷ്കളങ്കരും നിഷ്പക്ഷരുമായ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ പ്രതികരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നിങ്ങളിതൊന്നും നടക്കുന്നില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജന്തർ മന്ദിറിലേക്ക് ചുരുക്കം ചില ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പൊതുവായ പ്രതികരണം കണ്ടാൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അണിനിരക്കുകയാണ്. അവർ പല നിലയിലാണ് അണിനിരക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അവരുടെ പ്രദേശങ്ങളിൽ പ്രതികരിക്കുകയാണ്. ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കി ഈ സമരത്തിന് പിന്നിൽ വേറെ ആരോ ആണെന്ന് സ്ഥാപിച്ചാൽ അത് നിലനിൽക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ സമരത്തിന് പിന്നിൽ CJPയും SFIയും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് ഉയർത്തുന്ന ഈ സമരം രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ, ജനവിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല അട്ടിമറിച്ചതിനെതിരായിട്ടാണ്. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ മത്സര പരീക്ഷകൾ അട്ടിമറിച്ചതിനെതിരായിട്ടാണ്. ABVP-ക്കാർ ഈ മത്സര പരീക്ഷകൾ അട്ടിമറിച്ചതിനോട് അനുകൂലമായ നിലപാടാണോ? നിങ്ങൾ വ്യക്തമാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഈ മത്സര പരീക്ഷകൾ അട്ടിമറിച്ചതിൻ്റെ പിന്നിലാരെന്ന് കണ്ടുപിടിക്കുന്ന ഒറ്റ കാര്യം നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ഈ സമരത്തിന് പിന്നിലാര് എന്ന് ചോദിക്കാൻ ആർജവം കാണിക്കുന്ന ഈ ശബ്ദത്തിൻ്റെ ഘനഗാംഭീര്യത്തിൽ നേരെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരാണല്ലോ, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കണ്ട് ചോദിക്കണം, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തത് ആരാണ്? ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന് മാസങ്ങൾ രാജ്യത്ത് പിന്നിടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്താൻ നിങ്ങൾക്കായോ? നിങ്ങൾ സമരത്തിൻ്റെ ഉത്തരവാദികളെ തേടി ഇറങ്ങാറല്ലോ. നിങ്ങൾ സമരത്തിൻ്റെ പിന്നിൽ ആരെന്ന് തപ്പാൻ വേണ്ടി രാജ്യത്ത് നടക്കുകയാണല്ലോ. ആ നീറ്റ് ചോദ്യപേപ്പർ ചോർത്തി ആരാ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞോ? CBI ഇല്ലേ? എൻഫോഴ്സ്മെൻ്റ് ഇല്ലേ? എൻഫോഴ്സ്മെൻ്റ് ആണല്ലോ നിങ്ങൾ എല്ലാവരും പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. NIA ഉണ്ടല്ലോ, രാജ്യദ്രോഹികളായി ചാപ്പ് കുത്താൻ വേണ്ടി നിങ്ങൾ വളരെ സവിസ്തരം ഉപയോഗിക്കുന്ന NIA നിങ്ങളുടെ കയ്യിലുണ്ട്, CBI ഉണ്ട്, ഡൽഹി പോലീസുണ്ട്, കസ്റ്റംസ് ഉണ്ട്, ED ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എല്ലാ അന്വേഷണ സംവിധാനങ്ങളും ഉണ്ട്. ആ അന്വേഷണ സംവിധാനങ്ങൾ ഏതെങ്കിലും വെച്ച് ചോദ്യപേപ്പർ ചോർത്തിയ മഹാനുഭാവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? NDAയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിന് ഉത്തരവാദികളാണ്. അവരെ ഒന്ന് സ്ഥലം മാറ്റിയതല്ലാതെ ഈ കാണിച്ചത് മര്യാദകേടാണെന്ന് വിളിച്ചൊന്ന് ശാസിക്കാൻ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറായി. പിന്നെ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ അഴിമതി കാണിച്ച, ഈ കൊടിയ പീഡനം രാജ്യത്തെ വിദ്യാർത്ഥികളോട് കാണിച്ച, ഭരണവർഗത്തിൻ്റെ പിന്തുണയോട് നടന്ന ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദികളെ കണ്ടെത്താൻ ഒരിടപെടലും നടത്താതെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെ അണപൊട്ടി ഒഴുകുന്ന പ്രതിഷേധമാണ് ഈ സമരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ രാജ്യം മുഴുവൻ ഇരുട്ടാവുമെന്ന് ദേവിയത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.